ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനാണ് ഇതിന് മുന്നേ ഇങ്ങനെ ഒരു വോയിസ് ഓവർ ഇട്ടൊരു വീഡിയോ ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമായി, അതുകൊണ്ട് ഒരു വീഡിയോ കൂടെ ഞാൻ ഇടാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ സൺസ്ക്രീനാണ് യൂസ് ചെയ്തത്. ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്ത് 52 Sundays എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺസ്ക്രീനാണ്. സത്യം പറഞ്ഞാൽ ഞാനിതൊരു പുതിയ ബ്രാൻഡ് ഡിസ്കവർ ചെയ്തതാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ തേച്ച ഒരു ഫീലായി സൺസ്ക്രീൻ ഇട്ടാൽ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഓയിലി സ്കിന്നൊക്കെ ആയതുകൊണ്ട് ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ അല്ലെ ഭയങ്കര ഗ്രീസി ആയിട്ടിരിക്കും. ഇതെന്നാ ആ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി കംഫർട്ടബിൾ ഓൺ ദ സ്കിൻ. കണ്ടോ, ഞാൻ ആ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സ് അത് നല്ലപോലെ എൻ്റെ സ്കിൻ അബ്സോർബ് ചെയ്ത് നല്ല ഒന്നും ഇടാത്ത പോലെ ആയിപ്പോയി. അടുത്തത് ഞാൻ എൻ്റെ ഷെയ്ഡുള്ള ഒരു കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് ഫ്രം എൽഫ് കോസ്മെറ്റിക്സ് ഇൻ ദ ഷെയ്ഡ് ടാൻ ന്യൂട്രൽ. അത് ഞാൻ ആ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉള്ളിടത്ത് മാത്രം ഇട്ട് കൊടുക്കും. ഫുൾ ഫേസ് ഒന്നും ഇടുന്നില്ല. എന്നിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്യും. ഹൈ കവറേജ് എനിക്ക് വേണമെന്ന് തോന്നുന്ന ദിവസങ്ങളിൽ ഞാനൊരു ബ്രഷ് വെച്ചാണ് ബ്ലെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാനൊരു മേക്കപ്പ് സ്പഞ്ച് വെച്ചാണ് ബ്ലെൻഡ് ചെയ്യാറ്. ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ നല്ലപോലെ കുറേ പ്രൊഡക്റ്റ് പോകാതെ അവിടെ തന്നെ ഇരിക്കും. എന്നാൽ മേക്കപ്പ് സ്പഞ്ച് യൂസ് ചെയ്യുവാണെങ്കിൽ കുറേ നമ്മുടെ ഫൗണ്ടേഷനും നമ്മുടെ കൺസീലറും അത് സോക്കപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഫോർ എ നാച്ചുറൽ ലുക്ക് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മേക്കപ്പ് സ്പഞ്ചും. എന്നാൽ ഒരു ഇച്ചിരി കവറേജ് ഉള്ള പോലെ നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ, ഇച്ചിരി നല്ലൊരു ഹൈ കവറേജ് ഒരു ഫീൽ കിട്ടണമെങ്കിൽ യു ഷുഡ് യൂസ് എ ബ്രഷ്. ഇനി എക്സ്ട്രീംലി ഹൈ കവറേജ് തോന്നണമെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നറിയാവോ? യു ഷുഡ് യൂസ് എ ഫിംഗേഴ്സ്. കാരണം അത് വെച്ച് ചെയ്യുമ്പോഴാണ് ഒട്ടും പ്രൊഡക്റ്റ് കൂടുതൽ സോക്കപ്പ് ചെയ്യാതെ നല്ല രീതിയിലല്ല സ്കിന്നിലിരിക്കുന്നത്. ഇനി അടുത്ത് ഞാൻ എൻ്റെ ഒരു ഫേവറേറ്റ് സെറ്റിംഗ് പൗഡർ വെച്ച് സെറ്റ് ചെയ്യുവാണ്. ഇറ്റ്സ് ഫ്രം Maybelline ഇൻ ദ ഷെയ്ഡ് 25 മീഡിയം മോയൻ. അപ്പം ഇത് വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മസ്കാര, Maybelline സ്കൈ ഹൈ മസ്കാര. എൻ്റെ ലാഷസിന് ട്രമൻഡസ് ചേഞ്ചാണ് ഈ മസ്കാര യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ എവർ ഗോ ബാക്ക് ടു ദ ഓർഡിനറി മസ്കാരസ് ദാറ്റ് ഐവ് യൂസ് ബിഫോർ. ഇത് യൂസ് ചെയ്യുമ്പോൾ കണ്ണൊക്കെ നല്ലപോലെ അങ്ങ് തുറന്ന പോലെ തോന്നും. എന്ന് വെച്ചാൽ മറ്റേ നല്ല ഡെഡ് ആയിട്ടിരിക്കുന്ന സംഭവം നമ്മൾ പെട്ടെന്ന് നല്ല ഫ്രഷ് ആയിട്ട് ഉണർന്നിരിക്കുന്ന ഒരു ഫീലാണ് ഈ മസ്കാര കിട്ടുമ്പോൾ. പിന്നെ ഒരു കോൺഫിഡൻസ് ലെവലും എൻ്റെ ഒരു ഇച്ചിരി കൂടും ഈ മസ്കാര യൂസ് ചെയ്ത് കഴിയുമ്പോൾ. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഈ പ്രോഡക്റ്റ് ഈസ് വെരി അഫോർഡബിൾ. ഞാനത് ആക്ച്വലി യൂറോപ്പിൽ നിന്നാണ് വാങ്ങിയത്. അതുകൊണ്ട് എനിക്ക് 1100 രൂപ, 1100 റുപ്പീസ് എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമ്മുടെ നാട്ടിൽ ഈവൻ വിത്തൗട്ട് എനി ഓഫേഴ്സ് ഇതിൻ്റെ റേറ്റ് 600 ആണ്. അപ്പോൾ എന്തെങ്കിലും സെയിൽ നടക്കുവാണെങ്കിൽ യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫോർ ഈവൻ എ ലോവർ പ്രൈസ്. അതുകൊണ്ട് വേഗം വാങ്ങിച്ചോ. ഞാനാണ് പ്രോഡക്റ്റ് ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഞാൻ ടിപ്സി ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ലിപ് ലൈനർ ആൻഡ് ലിപ്സ്റ്റിക് ഡുവോ ആണ് യൂസ് ചെയ്തത് ഇൻ ദ ഷെയ്ഡ് സ്പിൽ ടീ ആണെന്ന് തോന്നുന്നു. എനിക്ക് അതെ, എനിവേ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പം കൺഫ്യൂഷൻ്റെ ആവശ്യമില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഷെയ്ഡ് എനിക്കൊരു കൺഫ്യൂസിങ് ആയിരുന്നു. കാരണം എൻ്റെ സ്കിൻ ടോണിന് അങ്ങനെ എല്ലാ കളറൊന്നും അങ്ങനെ ചേരത്തില്ല. ഒരു പ്രത്യേക കളേഴ്സൊക്കെ ചേരത്തുള്ളൂ. അപ്പം ഈ ലിപ്സ്റ്റിക്ക് വാങ്ങിയപ്പോൾ ഐ വാസ് റിയലി സ്കെപ്റ്റിക്കൽ. അത് മാത്രമല്ല, ഇതിന് നല്ല പ്രൈസുള്ള ലിപ്സ്റ്റിക്കാണ്. പക്ഷെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ഐ വാസ് റിയലി ഹാപ്പി, കാരണം എനിക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ടിപ്സി ബ്യൂട്ടിയുടെ തന്നെ ഒരു ലിപ്പ് ഓയിലും വാങ്ങി വിത്ത് SPF 25. അത് നല്ല ഗോൾഡൻ പാർട്ടിക്കിൾസ് ഒക്കെ ഉള്ള ഒരു ലിപ്പ് ഓയിലാണ്. ഇറ്റ് ലുക്സ് സോ നൈസ്. അതുകൊണ്ട് ഞാൻ വാങ്ങിയത്. ഞാനിട്ട ഔട്ട്ഫിറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പം ദിസ് ഈസ് എ ഫൈനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ലുക്ക് ഇഷ്ടമായെന്ന് എന്നോട് കമൻസിലും പറയണം. ഓക്കെ, ബൈ.